തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീത്തുവിനെതിരെ കേസെടുത്തു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത 10 ലക്ഷം രൂപ തട്ടിയതിലാണ് കേസ്. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ശ്രീതു ഇന്നലെ രാത്രി മുതൽ പോലീസ് കസ്റ്റഡിയിലാണ്. ബിനിൽ ലീല സാബുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, നിരവധി പേരാണ് ഇത്തരത്തിൽ ഇവർ തൊഴിൽ തട്ടിപ്പ് നടത്തി, തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നത്. ഇത്തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നത്. അതിന് നിലവിൽ ഒരു എഫ്ഐആർ ആണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ കൂടുതൽ കേസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പോലീസ് പറയുന്നത് 3 കേസുകൾ നിലവിൽ ഉണ്ട്, അതെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എഫ്ഐആറിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇവിടെ ബാലരാമൻ സ്വദേശിയായ ആളിൽ നിന്നും അയാളുടെ ഭാര്യയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്തത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്താണ്. വ്യാജ ഉത്തരവ് കാണിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതാണ് എഫ്ഐആറിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നൊരു കാര്യമുണ്ട്: ദേവസ്വം ബോർഡിൽ ഉന്നത ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞ തട്ടിപ്പ് മാത്രമല്ല, ദേവസ്വം ബോർഡിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പോലും ശ്രീതു ജോലി ചെയ്തിട്ടില്ല. അങ്ങനെ വിശ്വാസ വഞ്ചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഒരു എഫ്ഐആറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ 3 കേസുകൾ ഇത്തരത്തിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ബാക്കിയുള്ള എഫ്ഐആറുകൾ വൈകാതെ ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാനുള്ളത് ഈ ബാലരാമപുരത്ത് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ ശ്രീതുവിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. SP ഉണ്ട്, DVSP അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ശ്രീതുവിനെ ഇന്നലെ രാത്രി തന്നെ ഈ ബാലരാമപുരം സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ രാവിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ചോദ്യം ചെയ്യുന്ന നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് എടുത്തിട്ടുള്ളത്. ഈ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീതുവിനെതിരെ നിലവിൽ കേസില്ല. പക്ഷേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിനെ ചോദിച്ച് അറിയേണ്ടതുണ്ട്. കാരണം കൊലയ്ക്കുള്ള കാരണം പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരുത്തേണ്ടതുണ്ട്. നിലവിൽ ഹരികുമാർ റിമാൻഡിലാണ്. ഈ ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. നാളെയാകും കസ്റ്റഡി അപേക്ഷ നൽകുക. അതിനുശേഷം ഈ ഹരികുമാർ ചില മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. എന്തായാലും അടിമുടി ദുരൂഹത ഈ കേസിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസിനെ വല്ലാതെ ഈ മൊഴികൾ മാറ്റി പറയുന്നത് കുഴയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. മാത്രമല്ല, ഈ കുഴയ്ക്കുന്നത് കൊണ്ടാണ്, പോലീസിനെ ഈ കേസ് കുഴയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. നിലവിൽ ഹരികുമാറിന്റെ മൊഴി പ്രകാരം ഈ ശ്രീതുവിന്റെ ചില ആവശ്യങ്ങൾ ശ്രീതു അതിൽ അനുകൂല നിലപാടെടുക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ചോദ്യം ചെയ്യലുണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ ശ്രീതുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് സ്റ്റേഷനിൽ തുടരുകയാണ്. എന്തായാലും ശ്രീതുവിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പറയുന്നതുപോലെ 3 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.